ലൈഫ് അങ്ങനെയാണ്, ഒട്ടും പ്രതീക്ഷിക്കാത്തത് വരെയും പോവുകയൊക്കെ ചെയ്യും. ദിസ് ഈസ് ലൈഫ്. കമ്മിങ് വ്ലോഗ്സ് ആ വിശേഷങ്ങളായിരിക്കും. നമ്മുടെ ലൈഫിലൊരു പുതിയൊരാളും കൂടെ വരുവാണ്. ഭയങ്കര മനസ്സ് സുസ്ഥമായിട്ടിരിക്കുകയും ഡൗണായിട്ടിരിക്കുകയും ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി മധുരം കഴിച്ചാൽ മതി. പഞ്ചസാര മതി മതി കേട്ടാ. ഹായ് ഗായ്സ്. അപ്പോൾ നമ്മുടെ സ്കാനിങ് കഴിഞ്ഞു. അന്ന് കഴിഞ്ഞു. ഇന്ന് ചെക്കപ്പ് ഉണ്ട്. കാരണം അന്ന് നമ്മള് 2 മണി പോകാൻ വേണ്ടി പറ്റില്ല. ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ജോ ഇവിടെ അടക്കളയില് കട്ടപ്പണിയാണ്. എന്താ ജോലിതൊക്കെ സിമ്പിളാണ്. ഇപ്പൊ പാവക്ക മെഴുക്ക് പുരട്ടി, മീൻ വറുത്താണ്, ചോറിട്ട വാർത്തും, കൂന്തലില്ലേ കൂന്തൽ അമിച്ചിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മള് സ്കാനിന് പോകാൻ വേണ്ടിട്ട് പോകാം. അപ്പൊ നമ്മള് സ്കാനല്ല, ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായില്ല. ഡോക്ടർ നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി നിന്നാണ്. അപ്പൊ നമ്മള് 1 o'clock ആകുമ്പോ ഇറങ്ങും. 1:50 ആകുമ്പോൾ നമുക്കിവിടെ അപ്പോയിന്റ്മെന്റ് ആണ്. സോ ഇവിടെ ഉണ്ട്. ഇന്ന് മഴ എന്ന് പറഞ്ഞിട്ട് മഴയൊന്നും ഇല്ലാത്ത ദിവസം നമുക്ക് ലീവും തന്നു. ലീവും കൊടുത്ത് നമുക്ക് 8ന്റെ പണി കിട്ടി. അവിടെ ഇപ്പുണ്ട് സൈക്കിട്ടെ. സോ കൊണ്ടാണ് പോകുന്നത്. സ്ഥലമോളെ കൊണ്ടുപോയാൽ പണി മൊത്തം പാളും. കാരണം ഇന്ന് നേരത്തെ എണീറ്റ് വന്നിട്ടുണ്ട് ആള്. അത് കാരണം ഇന്ന് ഭയങ്കര മൂഷാട്ടാണ്. അറിഞ്ഞിട്ട് നടപ്പണയാണ്. എന്ത് തൊട്ടാലും പിടിച്ചാലും ഇങ്ങനെയൊക്കെ തൊച്ചുണ്ടാക്കി കരച്ചിലാണ്. അപ്പൊ ഇനി ചോറ് 12 ഷാർപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉറങ്ങും എന്തായാലും വേഗം. അത് കഴിഞ്ഞാണ് നമുക്ക് വേഗം പോകാൻ. അതിൻ്റെ കുറേ വിശേഷങ്ങൾ ഇനി കമ്മിങ് വ്ലോഗ്സ് ആ വിശേഷങ്ങളായിരിക്കും. നമ്മുടെ ലൈഫിലൊരു പുതിയൊരാളും കൂടെ വരുവാണ്. അപ്പം എല്ലാവരും വിചാരിക്കും ഇതാണെന്ന്. ഓൾറെഡി നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞല്ലോ. അതല്ലാതെ ഒരു വിശേഷം കൂടെ ഉണ്ട്. അത് നിങ്ങൾ കമ്മിങ് വ്ലോഗ്സിൽ എന്തായാലും അറിയും. അപ്പം സോ അതിൻ്റെ വിശേഷങ്ങളും കൂടെ ഇനി കാണാം. 5 എത്ര മന്തായിരുന്നു പ്ലീസ് റിപ്ലൈ. അതാണ് ഏറ്റവും കൂടുതൽ കമന്റ് ഇപ്പൊ വന്നത്. അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് ഷോർട്ട് വീഡിയോസ് ഇടാൻ നേരത്തെ തന്നെ കമന്റ്സ് ആണ്. ഇപ്പൊ എത്ര മന്ത് ആയത്. നമ്മള് വീഡിയോ വ്ളോഗ്സിൽ എല്ലാ വ്ളോഗ്സും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട് എന്റെ മന്ത്സ് എത്രയായി, എനിക്ക് എത്ര വീക്ക്നെസ് ഉണ്ടെന്നൊക്കെ ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഞാൻ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാണ്, എനിക്ക് 5 മന്തായി. ഇത്ര ആയിട്ടുണ്ട് ഇപ്പോൾ വയറ്. 5 മന്ത് എക്സാക്ട് എന്ന് പറയുന്നത് 19 വീക്സും ഇപ്പം 3 days അല്ല 4 days ആയിരുന്നു. അപ്പൊ സോ ഇതാണ് ഇപ്പത്തെ എന്റെ അപ്ഡേറ്റ്. അപ്പൊ നമ്മള് നേരെ ഹോസ്പിറ്റലിലോട്ട് പോകാനാണ്. സായിക്കുട്ടൻ പുറയിലുണ്ട്. ജോ എന്താ അവസ്ഥ? ഉറക്കമത് ഉച്ചയ്ക്ക് ജോ ചെറിയൊരു ഉറക്കമുണ്ട് ചില ദിവസങ്ങളില്. അപ്പൊ നമുക്ക് 1:50 അപ്പോയിന്റ്മെന്റ് കിട്ടിയാണ്. അത് ഇപ്പൊ നേരെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേണ്. സായിക്കുട്ടൻ സാറിനെ വീട്ടിൽ നിർത്തിയിട്ടാണ് നമ്മൾ പോണത്. സാറിനെ അമ്മിച്ചേർത്ത് നിർത്തി. ബാക്കി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഉറങ്ങിയ അയ്യ എന്തിനൊന്നും അങ്ങനെ ഇവിടെ നമ്മളിവിടെ വന്നപ്പോഴത്തേക്കും പോസ്റ്റാണ്. കാരണം ഡോക്ടർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലില്ല ഡോക്ടർ മറ്റേ ഓപ്പറേഷൻ ഡ്യൂട്ടിയൊക്കെ ഉണ്ടാവും ചില എമർജൻസി കേസുകൾ. അപ്പോൾ അതുകൊണ്ട് സായിക്കുട്ടൻ ഉറങ്ങേണ്ടതായിരുന്നു. എത്താറായപ്പോഴത്തേക്ക് ഉറങ്ങാൻ പോയപ്പോൾ എഴുന്നേപ്പിച്ചു. ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് നടക്കണം. അതുകൊണ്ട് എഴുന്നേപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ സായിക്കുട്ടൻ ഇവിടെ സയ്യു ഓടല്ലേ വീഴും കണ്ടില്ല. അങ്ങനെ കളിച്ച് നടക്കണേണ്. ഉള്ളിൽ ജോന് മതി. ജോന് ഉറക്കം വന്ന് ക്ഷീണം എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം പിന്നെ ബോറടിക്കണില്ല. അത് പുറത്തിങ്ങനെ നടക്കണേണ്. പോയി നോക്കട്ടെ. മണി ഇപ്പോൾ 2:15 ചെറിയൊരു പോസ്റ്റ്. നമ്മൾ ഡോക്ടറെ കണ്ട് കഴിഞ്ഞിട്ടില്ല. മണി 3 ഇവിടെ 1:50 വന്നതാണ്. കട്ട പോസ്റ്റാണ്. അപ്പം ഇപ്പം നമ്മൾ ഇവിടെ പോണേ ആശ്രമിലല്ല ചായ വന്നേക്കണാണ്. ചായ കുടിക്കാൻ പോണേ അപ്പൊ ചോറാണിത്. പിന്നെന്താണത്?
ബർഗർ. അപ്പൊ ബർഗർ എങ്ങനെ ആരെ മാറ്റി ഒറ്റ കഴിക്കുമോ? ഇപ്പൊ നമുക്ക് സോറി 1:50 ബുക്കിംഗ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നല്ല ഒരിക്കലും വൈകുന്നേരം ഇവിടെ ഞങ്ങൾ വരില്ല. ഉടുക്കുക പോസ്റ്റ് വരെ ഉടുക്കത്തെ പോസ്റ്റാണ്. സോ ഞങ്ങൾക്ക് ഇനി ഒരു ഹാഫ് ആൻ അവർ 1 അവറിനുള്ളിൽ എന്തായാലും കാണാമായിരുന്നു. അപ്പോൾ എന്തായാലും 1 അവർ എന്തായാലും എടുക്കുമല്ലോ വെച്ചാൽ നമ്മളെന്ത് ചെയ്ത് ചായ തലവേദന എടുക്കും ഈവനിങ് കുടിച്ചില്ലെങ്കിൽ. കറക്റ്റ് സമയത്ത് ചായ കുടിച്ചു നമ്മളിന്ന് നേരെ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോകും. അതിന് വേണ്ടി വലിയ ലാഗൊന്നും ഉണ്ടാവില്ല. നേരെ വീട്ടിൽ പോകും. അത്യാവശ്യം ടയർഡായി. അവന് സോസ് വേണം ചായ. അതിനാണ് അവൻ ആ ബർഗർ മേടിച്ചത്. ഒരു സോസിനാണെങ്കിൽ അതിന് ആ ബർഗറിന്റെ പൈസ അങ്ങനെയാണ്. നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നത് അപ്പൊ നെക്സ്റ്റ് മന്ത് നമുക്ക് ഓഗസ്റ്റ് 25-ാണ് കിട്ടിയേക്കണ അപ്പോയിന്റ്മെന്റ്. നെക്സ്റ്റ് മന്ത് നമുക്ക് ഓഗസ്റ്റ് 25 നമുക്ക് GTT ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അത് മീൻസ് ഇപ്പം ബ്ലഡ് ടെസ്റ്റ് ഒക്കെ, അത് നമുക്ക് ഷുഗർ ലെവലൊക്കെ അറിയുന്ന ടെസ്റ്റാണ്. പിന്നെ ഇന്ന് എന്റെ ഷുഗർ കൺട്രോൾ ആയിരിക്കും ഒരു മാസത്തേക്കുള്ള ഉണ്ടാവില്ല. അപ്പൊ അതാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് നെക്സ്റ്റ് തന്നെ വന്നേക്കണത്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് 6th മന്ത് ആകും. ബേബി ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടുള്ള മാസം അടുത്തടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സൈക്കിളിൽ എവിടെ വഴക്കിട്ടിരിക്കുകയാണ് ഗൈസ്. മഞ്ഞൊഴിക്ക് നമ്മളൊരു ബലൂണിന്റെ ഇത് കണ്ടു, ഐസ്ക്രീം ഷോപ്പും കണ്ടു. രണ്ടും മേടിച്ചെടുത്തു. ആദ്യം ഐസ്ക്രീം കണ്ട്, ആദ്യം ബലൂൺ കണ്ട്, പിന്നെ ഐസ്ക്രീം കണ്ട്. മഞ്ഞ വഴി ആയതുകൊണ്ട് സൈക്കിളിന് അത് വാങ്ങിച്ചു കൊടുത്തില്ല. അപ്പൊ സൈക്കിളിന് ഞങ്ങൾ വിചാരിച്ചവന്റെ അപ്പൊ തന്നെ വിട്ടാണ്. കുറച്ചെടുത്ത് പറക്കം വന്നിട്ടാന്ന് വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത്. പറഞ്ഞോ എന്റെ അടുത്ത് പറയുന്നു പറഞ്ഞു നിങ്ങളോട്. എന്നിട്ട് പറയണ ഒറ്റക്ക് എന്ന് പറഞ്ഞാണ് പറയും. എന്നിട്ട് കൈസ് ഇപ്പതേ സൈക്കിട്ടൻ ഇപ്പൊ അപ്പം മിണ്ടാണ്ടിരിക്കാന്ന് ഇത് വരട്ടെ. സൈക്കിട്ടൻ മിണ്ടിയിട്ടില്ല കേട്ടാ. ഐസ്ക്രീം ഏത് ഫ്ലേവർ ആണ് വേണ്ടതെന്ന് വേണ്ടി ചോദിച്ചിട്ട് പറയണ. സോ ഗൈസ് നമ്മള് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോവാണ്. ഷേക്കും പറഞ്ഞിട്ടുണ്ട്. അവന് ചോക്ലേറ്റ് ഐസ്ക്രീമും പറഞ്ഞു. എനിക്കൊന്നും വേണ്ട. എനിക്ക് എന്ത് വേണമെന്ന് നോക്കണേ. എനിക്ക് കുൽഫി മതി. പിന്നെ തിന്നാണ്ടിരുന്നേ. പച്ചവെള്ളം മതിയോ? ഞാൻ കണ്ടതാണ്, റീലി കണ്ടതാണ്. നമ്മൾ ഭയങ്കര മനസ്സ് സിസ്റ്റമായിട്ടിരിക്കും, ഡൗണായിട്ടിരിക്കും. ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി മധുരം കഴിച്ചാൽ മതി. പഞ്ചസാര മതി മതി കേട്ടാ. അത് നീ അവ കുടിക്കണ്ട, വീട്ടിൽ പഞ്ചസാര തിന്നാം. ഓക്കെ, എത്ര വണ്ടി ഓടിച്ചല്ലേ. അപ്പോൾ നമുക്ക് സൈക്കിട്ടെ ചോക്ലേറ്റ് ഐസ്ക്രീം, ഞാൻ അവകാഡോ ഷേക്ക്, ഞാനത് പറയട്ടെ. കഴിച്ചോളാം അല്ലേ? എനിക്കിത് മതി. കുനാഫ എന്താണ് സ്വപ്നം കണ്ടവള്. കുനാഫ പാൽ സ്വപ്നം അയാൾ നിർത്തി വന്നു വേഗം. ജോ എൻ്റെ അപകടം വന്നപ്പോഴത്തേക്ക് അത് കുടിച്ചപ്പോൾ ടേസ്റ്റ് പിടിച്ചിട്ട് അത് തന്നെ കുടിക്കണം. അന്ന് ഒരു കിലോ മേടിച്ചിട്ട് പോവായിരുന്നു. ഞാൻ പറഞ്ഞെ കുറച്ചേരത്തേക്കാന്ന് പറയുമ്പോൾ നമ്മള് ഈവനിങ് പിന്നെ കഴിഞ്ഞ ഡിന്നറാണല്ലോ. കുറച്ചേരത്തെ അരമണിക്കൂർ പിന്നെ വിശപ്പൊന്നും അരമണിക്കൂർ ഡസ്റ്റ്ബിന്നിൽ തന്നെ കളയണം. അതാണ് ഇവിടെ കടയിൽ ഇല്ല വേസ്റ്റ്. എന്തേ വേസ്റ്റ് എന്തേ? നമ്മള് വീട്ടിലെത്തിയിട്ട് അമ്മച്ചിക്ക് ബർത്ത്ഡേ ആണ് കുട മേടിക്കാം. അമ്മച്ചിയുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. അമ്മച്ചി കുട മേടിക്കാനാണ് പറയണത്. കുടയല്ല മേടിക്കാണ്ട് പറഞ്ഞാൽ അമ്മച്ചിയുടെ ബർത്ത്ഡേ ഉണ്ട്. അമ്മച്ചിക്ക് ഒരു കുഞ്ഞി
മീഡിയം ടോപ്പ് മേടിക്കാൻ പോണേ. അമ്മച്ചി കളസം വരുന്നതാണ് കളസം മേടിച്ചത്. ഇവിടെ അമ്മച്ചി ജോയ് കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പോസ്റ്റാണ്. ഇന്ന് പോസ്റ്റ് ഡേ ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചിക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അമ്മച്ചിക്ക് ഷോർട്ട് ഇഷ്ടപ്പെടുമ്പോൾ പാൻറ് ഇഷ്ടപ്പെടില്ല. സൈവ് ബലൂണിനുണ്ട്. സേറക്ക് കിട്ടിയിട്ടില്ല. സേറക്ക് അപ്പം മേടിച്ചിരാട്ടാ. കിട്ടിയ ബലൂൺ ഇഷ്ടമായ? സേറക്ക് ബലൂൺ കിട്ടാത്തതിന് സങ്കടം വരുന്ന. ഓക്കെ ഇല്ലേ സയ്യോ? അങ്ങനെ ഞങ്ങൾ അമ്മച്ചി ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്കല്ല, ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒരു കറക്കൊക്കെ ഇറങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങിയത്. പക്ഷെ ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല അന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡ്രൈവായിരുന്നു ആ കാറിൽ നിന്ന്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് അന്നത്തെ ദിവസം ഞങ്ങളുടെ കാറ് സെയിലായിരുന്നു. ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു, ഒരു 6 o'clock കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓയിലസിൻ്റെ 2-3 days ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ ഒരു ഇട്ടിട്ട്. പക്ഷേ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ കൺഫേം ആകുമെന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ഈവനിങ് ഇവർ ഫുൾ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവർക്ക് വണ്ടി ഇഷ്ടമായി, അപ്പം അന്നേനെ എടുക്കാവുന്ന രീതിയിൽ വരുമായിരുന്നു. അങ്ങനെ നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പേപ്പർ വർക്ക്സൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കാറ് കൊണ്ടുപോവാണ്. ഇപ്പോൾ 4 വർഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നൊരു ഞങ്ങളുടെ ഫസ്റ്റ് കാറായിരുന്നു. ഞങ്ങളുടെ സങ്കടങ്ങളും സന്തോഷവും എല്ലാത്തിലും ഉണ്ടായൊരു കാറായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു അന്നത്തെ ദിവസം. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഡേ ആയിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമായിരുന്നു, ഒരിക്കലും നമ്മൾ ചതിക്കാത്തൊരു വണ്ടിയായിരുന്നു. കാരണം ഇതുവരെയായിട്ട് ആ ഒരു 4 years നമുക്കൊരു ആക്സിഡൻസോ എന്തെങ്കിലും ഒരു വണ്ടിക്ക് ഒരു ഇഷ്യൂസ് പോലും വന്ന് നമുക്ക് വർക്ക്ഷോപ്പിൽ പോലും കയറ്റേണ്ടി വന്നിട്ടില്ല. അപ്പം അതിൻ്റെയൊക്കെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം എല്ലാത്തിലും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു വണ്ടി. എനിക്കൊരു ചെറിയൊരു കാര്യം പോലും പോകുന്നത് ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ ഇത്രയും നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കാറ് പെട്ടെന്നായിരുന്നു, ഒരു പ്ലാനും ഇല്ലാണ്ടായിരുന്നു അന്നത്തെ ദിവസം അത് സെയിലായത്. അപ്പോൾ ഒട്ടും അൺഎക്സ്പെക്റ്റഡും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല. ലൈഫ് അങ്ങനെയാണ്, ഒട്ടും പ്രതീക്ഷിക്കാത്തത് വരെയും പോവുകയൊക്കെ ചെയ്യും. ദിസ് ഈസ് ലൈഫ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ആൻഡ് ദെൻ ബൈ.